ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് എപ്പോഴും കമൻറ്റ് ഒരു സ്ഥിരമായിട്ട് വരുന്നൊരു കമൻറ്റാണ്, നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ട് എടുത്താലാണ് നമുക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ്സ്, അതായത് പ്രീ അപ്രൂവൽ ഓഫർ ക്രെഡിറ്റ് കാർഡ്സ് ആയിക്കോട്ടെ, ലോൺസ് ആയിക്കോട്ടെ, ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ച് അത് മാറും. മോസ്റ്റ്ലി ക്രെഡിറ്റ് കാർഡ്സ് എന്തായാലും വരും, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രീ അപ്രൂവൽ ഓഫർ വരുന്ന 2-3 ബാങ്ക് അക്കൗണ്ട്സുകളുടെ കാര്യം പറയാൻ പോകുന്നത്, അതും സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ കാര്യം നമ്മളൊന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, വീഡിയോ ഫുള്ള് കാണാൻ മറക്കാന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് ഇപ്പോൾ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ എന്തായാലും കുറേ ആയി വരുന്നു കമൻറ്റ്, അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. ഞാൻ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ, അതായത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സെറ്റപ്പിൻ്റെ ലിങ്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണ്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് ആൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോട്ടക്കിൻ്റെ 81 അക്കൗണ്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇത്ര കുറച്ച് കാലം വരെ കോട്ടക് ബാങ്ക് അക്കൗണ്ട്, ഓൺലൈൻ അക്കൗണ്ട് ഫുള്ളി ബാൻ ചെയ്തൊക്കെയായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോട്ടക് ബാങ്കിൻ്റെ 81 അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കോട്ടക്കിൻ്റെ നോർമൽ 81 അക്കൗണ്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. അത് എടുക്കാൻ നോക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു കോട്ടക്കിൻ്റെ 81 എന്ന് പറഞ്ഞൊരു വേറെ സെപ്പറേറ്റ് കുറേ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതൊന്നും സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല. അതും ഈ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൺലൈൻ സെൻട്രിക് ആണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ സാധനമൊന്നും കിട്ടില്ല. അതൊക്കെ 25,000 10,000 ഒക്കെ മിനിമം ബാലൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് 811 അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോട്ടക്ക് 81 അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊക്കെ നോർമലി ഒരു മാസം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അത് വേറെ കാര്യം കേട്ടോ. ഒരു മാസത്തിനുള്ളിലാണ് നമുക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് ലോൺസുകളും ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ബേസിൽ തന്നെ കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് പ്രീ അപ്രൂവൽ ഓഫർ വരുന്നത് വൺ ഓഫ് ദി മെയിൻ ബാങ്ക് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, കോട്ടക്കിൻ്റെ. അതുപോലെ തന്നെ നല്ല അക്കൗണ്ടാണ്. നമുക്ക് എന്താ പറയുക, ഡെബിറ്റ് കാർഡ് ഫിസിക്കൽ കാർഡ് എടുക്കണം നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ അക്കൗണ്ട്, അല്ലെങ്കിൽ സ്റ്റാർ അക്കൗണ്ട്. ഇതെല്ലാം സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കൊല്ലമായിട്ടാണ്. നമുക്ക് ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രീ അപ്രൂവൽ ഓഫർ ക്രെഡിറ്റ് കാർഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏരിയയിൽ എൻ്റെ പിൻകോഡിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ 2-3 മാസമായിട്ട് അതിൻ്റെ സർവീസ് നമ്മുടെ പിൻകോഡിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ നമുക്കിപ്പോൾ ഞാൻ കാർഡ് ഓൾറെഡി അപ്ലൈ ചെയ്തു. കാർഡ് ഓൾറെഡി അപ്രൂവ് ആയി, ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്രൂവ് ആയി. ഒരു പരിപാടികളൊന്നും ഇല്ല, ഇൻകം പ്രൂഫ് ഒരു സംഭവമൊന്നുമില്ല. ഇങ്ങനെ പ്രീ അപ്രൂവൽ ആയിട്ട് കിട്ടുമ്പോൾ ഉള്ള ഗുണമാണ് അത്. ഒരു 70% ഇൻസ്റ്റൻ്റ് ആയിരിക്കും, 30% ചിലപ്പോൾ പിന്നെ പ്രൂഫ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ KYC വെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നോർമലി ആവശ്യം വരാറില്ല, വേറെ കാര്യം. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഞാൻ അടുത്ത് തന്നെ ലെജൻഡ് കാർഡായിരുന്നു എനിക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ റൂപേയുടെ പ്ലാറ്റിനം റൂപേ കാർഡും അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കാർഡും വരണുള്ളൂ. ഓൾറെഡി ഞാൻ വിർച്വൽ കാർഡിൽ ഇത് ആക്ടിവേറ്റിംഗ് ആളൊക്കെ ചെയ്തു കേട്ടോ, വേറെ കാര്യം. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3-4 ലാക്ക് വരെ നമുക്ക് ലിമിറ്റിംഗ് ആളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അതെൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലിമിറ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ MXലാണ് ഏറ്റവും കൂടുതൽ ലിമിറ്റ് കിട്ടിക്കുന്നത്. അപ്പോൾ 3ാമത്തെ 4ാമത്തെ ഹയസ്റ്റ് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 ബാങ്ക് അക്കൗണ്ടുകൊണ്ട് സൂപ്പറായിട്ട് തന്നെ എന്താ പറയുക പ്രീ അപ്രൂവൽ ഓഫർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് വേറെ സീറോ ബാലൻസ് അക്കൗണ്ട് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഉണ്ടല്ലോ പറയണം, എയർടെലിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇതുപോലെ കിട്ടില്ല. ഈ ബാങ്ക് ഒന്നാമത് അവരുടെ പിൻകോഡ് കുറച്ച് പണിയാണ്. എനിക്കും എൻ്റെ പിൻകോഡിൽ സർവീസുകളല്ല പറയുമ്പോൾ ഞാൻ ഈ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കിവിടെ പിൻകോഡ് സർവീസുകളില്ലാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പണ്ടേ കിട്ടിയാണ്. എന്നുവെച്ചാൽ അതിലും എനിക്ക് പ്രീ അപ്രൂവൽ ഓഫർ വന്നിരുന്നു. പക്ഷേ മെജോറിറ്റി സ്ഥലത്തും പിൻകോഡ് സർവീസുകളല്ല. ഇപ്പോൾ പറയുമ്പോൾ അവർക്ക് ഫിൻകെയർ ബാങ്കായിട്ട് ടൈപ്പും കാര്യങ്ങളൊക്കെ അതും കുറേ സ്ഥലത്തുണ്ടായിരുന്നു. എന്നിട്ട് പോലും മിക്ക ഏരിയയിലും പിൻകോഡ് സർവീസുകളല്ല. അതാണ് കുഴപ്പം. അല്ലെങ്കിൽ ഈ ബാങ്ക് നല്ലതാണ്, പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് ചാർജുകൾ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ അതിന് ഡെബിറ്റ് കാർഡ് ഫ്രീ ഒന്നുമല്ല. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഡിലൈറ്റ് അക്കൗണ്ട് ഈ കാർഡുകളായിക്കോട്ടെ, ആയാലും ഡെബിറ്റ് കാർഡ് ഫ്രീ അല്ല, ഫിസിക്കൽ കാർഡ് നമ്മൾ എടുക്കണം കേട്ടോ. മറ്റേ കോട്ടക്കിൻ്റെ പോലെ ഫ്രീ പരിപാടിയിലില്ല. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഈ പറഞ്ഞ 2 ബാങ്കുകളാണ് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് പ്രീ അപ്രൂവൽ ഓഫർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബേസിസിൽ ഓഫർ വരുന്ന പരിപാടികൾ രണ്ട് മെയിൻ ബാങ്ക് അക്കൗണ്ട് ഇതിലാണ് കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ SBIയുടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ പ്രീ അപ്രൂവൽ ഓഫർ കിട്ടുമോ, കാനറ ബാങ്ക് ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ ഒരു മാങ്ങും കിട്ടില്ല. ഇതൊക്കെ പബ്ലിക് ബാങ്കുകളാണ്. ഒന്നാമത് SBI ബാങ്ക് അക്കൗണ്ടും SBI കാർഡ്സുമായിട്ട് ബന്ധമൊന്നുമില്ല, 2 സെപ്പറേറ്റ് വേറെ എൻറ്റിറ്റികളാണ്. മറ്റത് SBI കാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സെപ്പറേറ്റ് ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രീ അപ്രൂവൽ ഓഫറും കളൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓഫറും കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് തന്നെ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഇപ്പോൾ HDFC അക്കൗണ്ട് എടുത്താലും നിങ്ങൾക്ക് കിട്ടും, ആക്സിസ് ബാങ്ക് അക്കൗണ്ട് എടുത്താലും കിട്ടും. പക്ഷേ അതൊന്നും ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലല്ലോ, അതാണ് ഞാൻ ഇത് മെയിൻലി പറയാറുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിയേക്കാം. സിമ്പിൾ പരിപാടികൾ മാത്രമേ ഉള്ളൂ, നോർമൽ നമ്മൾ എന്താ പരിപാടികൾ അതൊക്കെ തന്നെയുള്ളൂ. ഞാൻ അത് കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ ഇത് പട്ടിക്കും പൂച്ചയ്ക്കും ചെറിയ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന പരിപാടികളാണ്. അത് നമ്മൾ സ്ക്രീനിലെടുത്ത് പണ്ടത്തെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ പോലെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറയുക, നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയാൽ മതി, വേറെ പരിപാടികളൊന്നും വേണ്ട. പിന്നെ ലാസ്റ്റ് വീഡിയോ KYC ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല, സിമ്പിൾ പരിപാടികളാണ്. എന്താ പറയുക, വായിക്കാൻ അറിയാളൊക്കെ എടുക്കാൻ പറ്റുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വലിയ ഐക്യും ഡിഗ്രിയും വാങ്ങൊന്നും വേണ്ട, സിമ്പിൾ കോമൺ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാത്ത ലൈവിൽ. പിന്നെ നമ്മൾ എന്തായാലും അത് കാണിച്ചു തരുമ്പോൾ പകുതി ബ്ലർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതിപ്പോൾ പോരാണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുലിവാലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണിച്ചു തന്നിട്ട് കാര്യമൊന്നുമില്ല, എന്ന് വെച്ചാൽ ഫുള്ളി ബ്ലർ ചെയ്യേണ്ടി വരും. എന്താ കാര്യം, പിന്നെ സിമ്പിൾ പരിപാടികളാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് പേര് കാര്യങ്ങളൊക്കെ കൊടുക്കുക, പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുക്കുക, ഓഫീസ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം ഇൻഡസ്ഇൻഡ് ബാങ്ക് ചില സമയത്ത് നമുക്ക് ഇനീഷ്യൽ ഫണ്ടിങ് ചോദിക്കാറുണ്ട്. അത് ഇല്ലെങ്കിൽ നോർമലി കോട്ടക്കൊന്നും ചോദിക്കാറില്ല. അതില്ലെങ്കിൽ ഡയറക്റ്റ് പിന്നെ വീഡിയോ KYC ഓപ്ഷൻ വരും. അതുപോലെ വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞാൽ സാധനം അക്കൗണ്ട് ആക്റ്റീവ് ആവും, മെയിലും കാര്യങ്ങളൊക്കെ വരും. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അതിൻ്റെ വെൽക്കം ലെറ്ററും വെൽക്കം കിറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.